എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് തന്നെയാണ് ഇന്നത്തെയും സംസാര വിഷയം. സ്വാഭാവികമായിട്ടും ബിഗ് ബോസിൽ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, സാബുമോന്റെയും മറ്റ് അതിഥികളുടെയും വരവിലൂടെ വിജയിക്കാൻ പോകുന്നത്, ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടാവാൻ പോകുന്നത് അത് ജാസ്മിൻ ആണ് എന്ന്. ജാസ്മിനും വളർച്ചയുണ്ടാവുകയും ഒപ്പം ജിൻഡോയുടെ ഫാൻസ് മറ്റ് പല ആളുകളുടെ ഫാൻസായി മാറുകയും അങ്ങനെ ജാസ്മിന് വിജയിയാവാനുള്ള ഒരു വഴി ഒരുങ്ങുകയും ചെയ്യുമെന്ന് കൃത്യമായി വ്യക്തമായി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇന്നും നടന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു രംഗം നമുക്ക് കാണേണ്ടതുണ്ട്. അവിടെ ഇരിക്കേണ്ടതാണ്, അവിടെ വന്ന് ഇരിക്കണം. കുറേയായി പറയുന്ന ജാസ്മിൻ മാറി നിന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റസ്മിൻ എന്ന് പറയുന്ന ആ സ്ത്രീ കാരണം ജാസ്മിനാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്. ജാസ്മിനെ ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്യാൻ മുന്നോട്ട് നടന്ന ജാസ്മിനെ അതിൽ നിന്ന് എതിർക്കുകയും അത് ചെയ്യാൻ ഒപ്പം നിൽക്കാതിരിക്കുകയും ചെയ്ത റസ്മിൻ കാരണം ജാസ്മിൻ കൂടുതൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് നേടിയിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ജാസ്മിനെ ഇഷ്ടമില്ലാത്തവർ പോലും സപ്പോർട്ടായി മുൻപോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ മുൻപോട്ട് വരുന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ്, ഇനി കൃത്യമായിട്ട് ജാസ്മിന് വഴി വെട്ടിയിരിക്കുകയാണ്. താൻ ഇനി ആദ്യ 4-ൽ ഉണ്ടാവുമെന്നത് ആണിയടിച്ച് ഉറപ്പിക്കുകയാണ് ജാസ്മിൻ. ഇപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ജാസ്മിനെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്, അത് നമ്മൾ കാണാതിരിക്കരുത്. അവരുടെ ആഗ്രഹം പോലെ തന്നെ ജാസ്മിൻ മുൻപോട്ട് വരികയാണ്. ഇത് ആവർത്തനമാണ്. സീസൺ 1-ൽ പേളിമണിക്കും സാബുമോനും ഒരുപോലെ ഫാൻ ബേസ് വരികയും അവസാനം സാബുമോൻ വിജയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ സീസണിൽ ജിൻഡോയും ജാസ്മിനും അവസാന നിമിഷം വരെ പോരാടിയാൽ അതിൽ തർക്കമില്ല. കാരണം ഈ രണ്ടു പേർക്കുമുള്ള ഫാൻ ബേസ് പതിയെ ഒരേ നിലയിലേക്ക് വരികയാണ്. ഇതിനെ അർത്ഥം ഞാൻ ജാസ്മിന് എതിരാണ് എന്ന് കൂട്ടുകാർ വിചാരിക്കരുത്, അതുപോലെ ജിൻഡോയ്ക്ക് എതിരാണെന്ന് വിചാരിക്കരുത്. എൻ്റെ ഒരു വിലയിരുത്തലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഇപ്പോൾ കൃത്യമായ റൂട്ടിലൂടെ തന്നെയാണ് പോകുന്നത്. ഗബ്രി പോയതിനു ശേഷം ജാസ്മിന്റെ പ്രണയ നാടകം പുറത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള പ്രണയമാണ് അവരുടെ നെഗറ്റിവിറ്റിക്ക് കൂടുതൽ കാരണമെന്നും ആ നെഗറ്റിവിറ്റി ഇപ്പോഴില്ലെന്നും ഗബ്രി പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ഒരിക്കലും ജാസ്മിനെ കുറ്റപ്പെടുത്തിയില്ലെന്നും എന്നതൊക്കെ ജാസ്മിന്റെ പ്ലസ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ ഫാൻസ് എത്ര നാൾ ഉണ്ടായിരുന്നത് അതുപോലെ ഉണ്ടാവുകയും അവരുടെ ഹേറ്റേഴ്സ്, അതായത് ജാസ്മിനെ വെറുക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരികയുമാണ്. ഇനി നല്ല ഗെയിം കൂടി കാഴ്ചവെച്ചാൽ ബിഗ് ബോസ് ആരാധകർ ഏറ്റെടുക്കും ജാസ്മിൻ എന്നതിൽ തർക്കമില്ല. ജാസ്മിന്റെ ഈ ഒരു പോക്ക് കൃത്യമായിട്ട് നിർണായകമായ രംഗത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് 60 ദിവസം കഴിഞ്ഞ് ഇനി ബിഗ് ബോസിൽ എന്ത് എന്ന് ചോദ്യം നിൽക്കുന്നുണ്ട്. റോബിനോ അഖിൽമാരാരോ പോലെ ശക്തമായൊരു മത്സരാർത്ഥി ഇപ്പോഴും ബിഗ് ബോസിൽ ഇല്ല. ആർക്ക് വേണമെങ്കിലും അവസാന നിമിഷം വിജയിയായി വരാം. ആരെങ്കിലും ചെറുതോ ആരെങ്കിലും വലുതോ എന്ന ചോദ്യം അവിടെയില്ല. അതുകൊണ്ട് തന്നെ ജാസ്മിനുള്ള വഴി ഇത്തിരി എളുപ്പമാണ്. നന്നായി ഗെയിം കളിച്ച് കണ്ടന്റ് കൊടുത്ത് ഇനിയുള്ള പ്രേക്ഷകരുടെ മുമ്പിൽ വെറുപ്പിക്കാതെ മുൻപോട്ട് പോയാൽ ഇപ്പോഴുള്ള കുറവുള്ളവർ ഇഷ്ടക്കാരായി മാറാൻ അധിക സമയം വേണ്ട. സ്വാഭാവികമായിട്ടും ജാസ്മിന് വിജയി ആവാൻ വരെ സാധ്യതയുണ്ട്.